ഉളുപ്പില്ലായ്മയുടെ ആൾരൂപമാണ് താനെന്ന് ഈ നെറുവുകെട്ടവൻ ഒരിക്കൽ കൂടി തെളിയിച്ചതെങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം. ഒരു നല്ല മനുഷ്യനാണ്. പി.കെ. ശശിയെ കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം, എവിടെയും പറയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ്. ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകളെല്ലാം, KTDCയുടെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ. കാരണം അടുത്ത് നിന്ന് മനസ്സ് പങ്കുവെച്ച് അടുത്ത് നിന്ന് സഹൃത്തി ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഈ മേഖലയിൽ പാലക്കാട് എന്ത് കുടുംബ വഴക്കുണ്ടായാലും സ്വത്ത് തർക്കമുണ്ടായാലും എല്ലാത്തിനും ഞാൻ ഉടനെ വിളിക്കുന്ന ആരാ? പി.കെ. ശശിയേട്ടനെ വിളിക്കാൻ. അദ്ദേഹം വിചാരിച്ചാൽ നടക്കും, സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. ഒരു അഹങ്കാരത്തിന്റെ ഭാഷയില്ലാതെ, സ്നേഹത്തിന്റെ ഭാഷയില്ലാതെ പറഞ്ഞ് പല കാര്യങ്ങളും സാധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സമവായം MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്. ഇനി ഗണേഷ് കുമാറിനോടൊരു വാക്ക്. സ്വന്തം പാർട്ടിക്കാരായ സ്ത്രീകൾക്കെതിരെ പോലും ലൈംഗികാതിക്രമം നടത്തുന്ന ശശിക്ക് പെൺവേട്ടക്കാരനായ താൻ തന്റെ മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ ശശിയിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടിട്ടുള്ള സ്ത്രീകളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത് താൻ പുലമ്പിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ മുഖത്ത് നോക്കി ആട്ടിയേനെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.